നമസ്കാരം. 2025 വിട പറയുമ്പോൾ മലയാളികൾ ഏറ്റവും വലിയ നഷ്ടമായി കരുതാൻ പോകുന്നത് ശ്രീനിവാസിന്റെ വേർപാട് തന്നെയാണ്. രോഗശയ്യയിലായിരുന്നുവെങ്കിലും ഒന്നിനെയും കൂസാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ അവയെല്ലാം അതിജീവിച്ച് തിരികെ വരുമെന്ന പ്രതീക്ഷ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. നല്ല നടൻ, നല്ല തിരക്കഥകൃത്ത്, നല്ല സംവിധായകൻ, അതിനുമപ്പുറം നല്ലൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മലയാളികളുടെ ശ്രീനി. സിനിമാ ലോകം ഒന്നടങ്കം ശ്രീനിവാസിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. പൊതുദർശനത്തിന് വെച്ചപ്പോഴും വീട്ടിലേക്ക് മാറ്റിയപ്പോഴുമെല്ലാം ജനപ്രവാഹമായിരുന്നു. പ്രിയപ്പെട്ട ശ്രീനിയെ അവസാനമായി കണ്ട് യാത്ര പറയാനാവാതെ വിങ്ങുകയായിരുന്നു പ്രിയപ്പെട്ടവർ. അസുഖബാധിതനായിരുന്നു എങ്കിലും അതിലും നിന്നൊക്കെ മാറി തിരിച്ചുവരവിലായിരുന്നു അദ്ദേഹം. ഇടയ്ക്ക് ബാത്റൂമിൽ വീണ് വയ്യാതെയായപ്പോൾ സർജറി ചെയ്തിരുന്നു. വാക്കർ ഉപയോഗിച്ച് നടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു സത്യൻ അന്തിക്കാട് പറഞ്ഞത്. അച്ഛൻ അത്ര സീരിയസ് ആയ കണ്ടീഷനിലായിരുന്നുവെങ്കിൽ വിനീതോ ധ്യാനോ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. പതിവ് ഡയാലിസിസിനായി പോകുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആശുപത്രിയിലെത്തിയെങ്കിലും ആളെ നഷ്ടമാവുകയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ്, ഫാസിൽ, പൃഥ്വിരാജ്, പാർത്ഥിപൻ, സത്യൻ അന്തിക്കാട്, ദിലീപ്, അജു വർഗീസ്, നിവിൻ പോളി തുടങ്ങി നിരവധി പേരായിരുന്നു ശ്രീനിവാസിനെ കാണാനെത്തിയത്. ജയറാം വരാത്തത് എന്താണെന്നായിരുന്നു ചോദ്യങ്ങൾ. ശ്രീനിവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെയെല്ലാം വേദനയിലാഴ്ത്തിയിരുന്നു. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു. ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പലരും വികാരഭരിതനാവുന്ന കാഴ്ചയായിരുന്നു. സംസാരം മുഴുമിപ്പിക്കാനാവാതെ മാറിപ്പോയവരുമുണ്ടായിരുന്നു. വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. ശ്രീനിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ. മാറ്റിവെക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ. പാർത്ഥിപനും സൂര്യയും അടക്കം തമിഴകത്തു നിന്ന് വരെ താരങ്ങൾ എത്തിയും ചർച്ചയായിരുന്നു. കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു, ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും വിമർശിക്കുന്നത്. മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അദ്ദേഹത്തിന്. അല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ഇപ്പോഴത്തെ ജയറാമിന്റെ പ്രതികരണമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. ചെന്നൈയിലായിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തിപ്പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടമാണ് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു. പാർത്ഥിപൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്ക്. നന്ദി കെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് വ്യക്തമായി. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും തിരക്കില്ലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത്? അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ശ്രീനിവാസിന് അസ്വസ്ഥത തോന്നിയത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനാവുന്നില്ല. ചെന്നൈയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു വിനീത് അച്ഛന്റെ വിയോഗം അറിഞ്ഞത്. നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. കോഴിക്കോട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ എത്തിയത്. ഇടയ്ക്കൊന്ന് വീണുവെങ്കിലും സർജറിയൊക്കെ കഴിഞ്ഞ് വാക്കറിൽ നടന്നു തുടങ്ങിയിരുന്നു അദ്ദേഹം. ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത്. സന്ദേശം പോലെ ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇടയ്ക്ക് അങ്ങനെ ചില ചർച്ചകളും നടന്നിരുന്നതായി സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ശ്രീനിയെ കാണാൻ പോകാറുണ്ടായിരുന്നു. എനിക്ക് മടുത്തു തുടങ്ങിയെന്നായിരുന്നു ഒടുവിലായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ലെന്നായിരുന്നു സത്യൻ അന്തിക്കാട് തിരിച്ചു പറഞ്ഞത്. സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം ലൊക്കേഷനിലേക്ക് ശ്രീനിവാസനും പോയിരുന്നു. കുടുംബസമേതമായാണ് അന്ന് ലൊക്കേഷനിലേക്ക് പോയത്. കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു. മോഹൻലാലും ശ്രീനിക്കൊപ്പമായിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച ഇരുവരും ശരിക്കും ആസ്വദിച്ചിരുന്നു എന്നും സത്യൻ അന്തിക്കാട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്തായാലും ശ്രീനിവാസിന്റെ മരണത്തിനു ശേഷം നടൻ ജയറാമിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. മെഗാസ്റ്റാർസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും എത്തി ശ്രീനി ഒരു നോക്ക് കാണാൻ. എന്നാൽ നിരവധി ചിത്രങ്ങളിൽ ഹിറ്റ് കോംബോ നൽകിയ ജയറാം എന്തുകൊണ്ട് എത്തിയില്ല എന്നതാണ് പലരെയും ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചത്. ഇങ്ങനെ ഒരു തറ കുടുംബത്തെ കണ്ടിട്ടില്ല. കൂടെ അഭിനയിച്ച സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി മറക്കരുത് ഒരിക്കലും എന്നായിരുന്നു ഒരു പോസ്റ്റ്. ജയറാമിന്റെ ഫാമിലി ഫോട്ടോയും ചേർത്താണ് കുറിപ്പ് പ്രചരിപ്പിച്ചത്. മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ ഇവരൊന്നും ശ്രീനിവാസനെ അവസാനമായി കാണാനെത്തിയില്ല എന്നുള്ള വിമർശനങ്ങളും പ്രചരിക്കുന്നുണ്ട്. അവർ അവിടെ പോവാതിരുന്നതിന്റെ കാരണം അറിയാത്തിടത്തോളം കാലം അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക. യഥാർത്ഥ കാരണം അറിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളും വിവാദങ്ങളും ഇല്ലാതെയാവുമോ? താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പണിക്കും പോവാതെ ഇരിക്കുന്നവരാണ് ഇത്തരത്തിൽ അനാവശ്യ ചർച്ചകൾ നടത്തുന്നത്. ജയറാമിനെ വിമർശിക്കാനുള്ള യോഗ്യത ഇവരിൽ എത്ര പേർക്കുണ്ട്? വിനീതിനും ധ്യാനിനും ഇല്ലാത്ത പ്രശ്നം ഇവർ ആർക്കാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന്റെ കാരണം തികച്ചും വ്യക്തിപരമാണ്. വരാതെ ഇരിക്കുന്നതിന്റെ കാരണം അവർ പരസ്യമാക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ മരണക്കിടക്കയിലോ ഫ്രീസറിലോ കാണാൻ കൽപ്പില്ലാത്തവരുണ്ടാവില്ലോ. സിനിമയിൽ കാണുന്നത് മാത്രമല്ല അവർ മനുഷ്യരാണ്. ഒരാവശ്യവുമില്ലാതെ എന്തിനാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നതെന്ന് ചോദിച്ചവരുമുണ്ടായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും അനുശോചനമെങ്കിലും അറിയിക്കാമായിരുന്നു.
ഈ കമന്റ് ഇടുന്നവർക്ക് ജയറാമിനെയോ അദ്ദേഹത്തിന്റെ സ്വഭാവമോ അറിയാമോ? ഇല്ലല്ലോ. അതിനാൽ മിണ്ടാതിരിക്കുക എന്നേ പറയാനുള്ളൂ. എന്തെങ്കിലും പ്രശ്നം കാണും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലാണെന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. അദ്ദേഹം വിദേശത്താണെന്നുള്ള കമന്റുകളും കണ്ടിരുന്നു. എന്തെങ്കിലും പ്രശ്നം കാണും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലാണെന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. അദ്ദേഹം വിദേശത്താണെന്നുള്ള കമന്റുകളും കണ്ടിരുന്നു. കല്യാണമായാലും മരണമായാലും പോവാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. വന്നില്ലെന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും ഒരാളെയും ക്രൂശിക്കരുത്. അടുത്ത നിമിഷത്തിൽ എന്നത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. ശ്രീനിവാസനെ പോലെ ഒരാൾ പറഞ്ഞു വെച്ചതും ചെയ്തു പോകുന്നതുമായ കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ അനാവശ്യ വിവാദങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചവരും നിരവധിയാണ്. അതേസമയം രജനീകാന്ത്, കമലഹാസൻ എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേർന്നിരുന്നു. എന്നാൽ ജയറാം അത്തരത്തിൽ പോലും ചെയ്തില്ല എന്നുമാണ് ചിലർ പ്രേക്ഷകർ കുറിച്ചത്. ശ്രീനിവാസന് മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവെക്കാത്തതിലും ആണ് താരത്തിനെതിരെ ഒരു കൂട്ടം വെട്ടുകിളികൾ രംഗത്തെത്തിയത്. ജയറാമിന്റെ കുടുംബത്തെ വരെ അധിക്ഷേപിച്ചാണ് പല പോസ്റ്റുകളും. ജയറാം, പാർവതി, കാളിദാസൻ, മാളവിക എന്നിവരുടെ ചിത്രം പങ്കുവെച്ച് സൈബർ അധിക്ഷേപമുണ്ട്. കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം എന്നാണ് ഒരാളുടെ കമന്റ്. മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും തുടങ്ങി മലയാള സിനിമയിൽ പലരും വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അങ്ങേരുടെ തിരക്കുകൾ മനസ്സിലാക്കാം. പക്ഷെ ജയറാം ഇയാൾ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. പാർവതിയും ശ്രീനിവാസിന്റെ എക്കാലത്തെയും ഐക്കോണിക് പെയറാണ്. ആ വടക്ക് നോക്കി യന്ത്രം ഫോട്ടോ സീൻ എന്നിട്ടും പാർവതിക്ക് ഒന്ന് വരാൻ പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ തോന്നിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. സൂര്യ പോലും ഷൂട്ടിംഗ് നിർത്തിവെച്ചു വന്നു. ഇത്രയും ബന്ധമുള്ള ജയറാമും പാർവതിയും വന്നില്ല. ഇനി വേറെ വല്ല ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ എന്നറിയില്ല എന്നാണ് മറ്റൊരു കമന്റ്. ഇത്രയ്ക്ക് തിരക്കുള്ള നടനാണോ ജയറാം എന്നും ചോദിക്കുന്നവർ നിരവധിയായിരുന്നു. സവർണ ജാതിക്കാരനായതുകൊണ്ട് എത്തിക്കാണില്ല എന്ന ആക്ഷേപം പോലും നിലനിൽക്കവെയാണ് ജയറാം ഷൂട്ടിങ്ങിലായിരുന്നു എത്താൻ കഴിയാത്തത് ആണെന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ കുറിച്ചത്. എന്നാൽ ഉർവശിയുടെ വാക്കുകളിൽ നിന്നും ജയറാമിനൊപ്പം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് വ്യക്തമായതാണ്. ഉർവശി പോലും നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഓടിക്കിതച്ചെത്തിയില്ലേ എന്ന് മറുചോദ്യം ഉയർന്നതോടെയാണ് ഉർവശി സംസ്കാര ചടങ്ങിൽ എത്തിയിരുന്നില്ല, ചാനലുകളിലൂടെ അവരുടെ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നുവെന്ന് മറ്റു ചിലർ സൂചിപ്പിച്ചത്. പക്ഷേ ജയറാമിന് ഇത്രയും ദിവസമായിട്ടും വെറുതെ വിടാൻ സോഷ്യൽ മീഡിയ ഒരുക്കമല്ല. യൂട്യൂബിൽ പലതരം വീഡിയോസാണ് ജയറാമിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഇറങ്ങുന്നത്. ചിലർ ശ്രീനിവാസനും ജയറാമും തമ്മിൽ എന്തോ വിഷയങ്ങൾ ഉണ്ടെന്ന രീതിയിൽ പോലും ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അങ്ങനെയാകില്ല യാഥാർത്ഥ്യം. പലർക്കും ദുഃഖ അനുശോചന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകില്ല എന്നും അനുകൂലിച്ച കമന്റുകളുണ്ട്. തുടരും എന്ന സിനിമയുടെ പ്രൊമോ അഭിമുഖത്തിൽ ശോഭനയോട് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ പങ്കിടാൻ തനിക്ക് ഇഷ്ടമല്ല എന്നാണ് താരം പറഞ്ഞത്. ഈ വർണ്ണത്തിലും ശോഭന ഒരു പോസ്റ്റ് പോലും പങ്കിട്ടിട്ടില്ല. അതുപോലെയാകും ജയറാമും. ഇത്തരം സങ്കടം നിറഞ്ഞ കാര്യങ്ങൾ ഒരു പോസ്റ്റിലൂടെ ഒതുക്കേണ്ട കാര്യമുണ്ടാകില്ല. എത്രത്തോളം ഗാഢമായ ഒരു ബന്ധം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കേണ്ട ബാധ്യത അവർക്ക് ഉണ്ടാകണം എന്നുണ്ടോ എന്നിങ്ങനെ ജയറാമിനെ സപ്പോർട്ട് ചെയ്തും പലരും രംഗത്തെത്തിയിരുന്നു.